ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജിംഗിൾസ് ആൻഡ് മാർവൽസ് കളക്ഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫിയ. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കുർത്തികളാണ്. കണ്ടില്ലേ ഈ സൈഡിൽ ഈ കുർത്തി സെറ്റ്, അതുപോലെ ഇത് ഷോർട്ട് ടോപ്പ് പോലത്തെ കുർത്തി, ഇത് 3 പീസ് സെറ്റ് കുർത്തി. ഈ 3 ഐറ്റംസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഇപ്പോൾ കാണിക്കാം. അതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്കൊരു കോൾ വന്നിരുന്നു. അത് ഒരു ഇന്റർനാഷണൽ കൊറിയർ കമ്പനിയിൽ നിന്നാണ് വന്നത്. ആ കോള് നമ്മൾ ഇല്ലീഗലായിട്ട് എന്തോ ഞാൻ അയക്കാൻ കൊണ്ടുവച്ചിരിക്കുന്നു ബോംബെന്ന് തായ്ലൻഡിലേക്ക്, അങ്ങനെ പറഞ്ഞിട്ടാണ് കോള് വന്നത്. അത് കഴിഞ്ഞ് ആദ്യം ഒരു ലേഡി വിളിച്ചു. അതിനെ അവിടെ നിന്ന് പിന്നെ കണക്ട് ചെയ്ത് വേറൊരു ആള് വിളിച്ചു. അയാളുടെ പേരൊക്കെ പറഞ്ഞു, ഹിന്ദിയിൽ സംസാരിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷിലായി. അങ്ങനെ അയാൾ പറഞ്ഞു, നിങ്ങൾ അയക്കാൻ പാടില്ലാത്ത പല ഐറ്റംസും വെച്ചിട്ടാണ് നിങ്ങൾ ഈ കൊറിയർ അയക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുള്ള. എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് അവർ പറയുന്നത്, എൻ്റെ ഫോൺ നമ്പർ കറക്റ്റ്, എല്ലാം അവർ പറയണത് തന്നെ. അപ്പം ഈ ഞാൻ അയക്കണത് തായ്ലൻഡിലുള്ള ഒരാൾക്കാണെന്നാണ് അവർ പറയണത്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇല്ലീഗൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ട് അത് കേസ് എടുക്കും, നിങ്ങൾ എന്തായാലും ബോംബെയിലേക്ക് വന്നേ പറ്റുള്ളൂ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വിഷയം ഞാൻ പറഞ്ഞു ഞാനൊന്നും അയച്ചില്ല, കട്ട് ചെയ്യുന്നപ്പോ ഇത് സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു. അപ്പൊ ആള് സംസാരിച്ച് വന്നപ്പോ പിന്നെ അവര് പറഞ്ഞു, അതിൽ ഇന്ന ഐറ്റംസ് ആണ്, അത് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റും വേറെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കേസാക്കും, പോലീസ് കേസാക്കും. അപ്പൊ നിങ്ങൾ വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പോലീസിനോട് സംസാരിച്ച് നോക്ക്, ഞാൻ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്ത് സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ അയച്ചിട്ടില്ല, തായ്ലൻഡിലാളുടെ അഡ്രസ്സൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. നമുക്കൊന്നും അറിയില്ല, നമ്മളത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇവര് ഈ പോലീസും നല്ല ലാംഗ്വേജിൽ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, സ്കൈപ്പിൽ വായോ എന്ന് പറഞ്ഞു. സ്കൈപ്പ് ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഡൗൺലോഡ് ചെയ്ത് കിടപ്പില്ല. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, സൂമിൽ വരാം, സ്കൈപ്പില്ല പറഞ്ഞു. അങ്ങനെ സ്കൈപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. ഇപ്പൊ ഒരു 2:45 സമയത്താണ് കോള് വന്നത്. ഒരു 45 മിനിറ്റ്സ് ഈ കോള് നിന്നു. അപ്പൊ ഒരു 5 മിനിറ്റോളം സ്കൈപ്പിൽ അയാൾ കട്ട് ചെയ്യില്ല പറഞ്ഞു, പോലീസ് കട്ട് ചെയ്യില്ല പറഞ്ഞു. അങ്ങനെ സ്കൈപ്പ് ഡൗൺലോഡ് ചെയ്യായിരുന്നു. ആ കുറച്ചു നേരം ഇരുന്നപ്പോ എന്തോ അവർക്ക് ഡൗട്ട് തോന്നിയിട്ടോ എന്തോ അവർ കട്ട് ചെയ്തു. നമ്മൾ ആരെങ്കിലും വിളിച്ച് ചോദിക്കുകയാണ് എന്താണെന്ന് അറിഞ്ഞ്, അങ്ങനെ സംശയിച്ചാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ ഒരു കട്ട് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു പല പ്രാവശ്യം, ഒരു റെസ്പോൺസും ഇല്ല. അത് കിട്ടണില്ല, പോണില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ആ കൊറിയർ കമ്പനിയുടെ പേര് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ ഇന്റർനാഷണൽ കൊറിയർ ആണ്, ഞങ്ങൾ ആ കൊറിയർ കമ്പനിയിലേക്ക് വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ഒരാൾ വർക്ക് ചെയ്യില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് ഏത് ബ്രാഞ്ചിൽ നിന്നാണ് വിളിച്ചതെന്നൊന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് ബോംബെന്നാന്ന് മാത്രം അറിയാം. അത് കഴിഞ്ഞ് നമ്മള് 2:45 തൊട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മള് 7 മണി വരെ എത്തിയപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത്, ബോംബെ പോലീസിനെ നിങ്ങൾ വിളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ കേരള പോലീസിനെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ബോംബെ പോലീസിന്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വിളിക്കാൻ നോക്കി. വിളിച്ചു വന്നപ്പോ തിരുവനന്തപുരത്ത് പോലീസാണ് അതെടുത്തത്. അപ്പൊ തിരുവനന്തപുരത്ത് പോലീസ് പറഞ്ഞു, അത് ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോ അങ്ങേര് പറഞ്ഞു, ഇത് ഒരു പ്രശ്നമില്ല, അതൊക്കെ ഫ്രോഡ് കോളുകളാണ്, നിങ്ങൾ ഇതൊക്കെ വന്നാൽ അറ്റൻഡ് ചെയ്യണ്ട, ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഇനി. അപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ഈ ബോംബെയിലത്തെ ഇതിന്റെ നമ്പർ തരാം, നിങ്ങൾ അവരെ വിളിച്ചോന്ന് പറഞ്ഞു. ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല, നിങ്ങൾ വിളിച്ചോന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ വിളിച്ചില്ല, അത്രയും കോൺഫിഡൻസിൽ ആ പോലീസ് പറയണം, കേരള പോലീസ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരിചയമുള്ള ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ചങ്ങാതിനെ വിളിച്ച് വീണ്ടും ഞാൻ സംസാരിച്ചു. ഡൗട്ട് തീർക്കണ്ടല്ലോ, നമുക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നിറങ്ങണ്ടേ. അങ്ങനെ വിളിച്ചപ്പോൾ ആ ചങ്ങാതിയും പറഞ്ഞു, അത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു പ്രശ്നമില്ല, അതൊരു കൊറിയർ കമ്പനിയാന്ന് പറഞ്ഞിട്ട് എനിക്കും വന്നിരുന്നു, വേറെ ഏതൊരു കൊറിയർ കമ്പനിയിൽ നിന്ന് വന്നിരുന്നു എന്ന്, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, ദുബായിൽ അവർ 2 മക്കളും ആൺപിള്ളേരാണ്, അവർ 2ആളും ദുബായിലാണ്. അവർ 2 പേർക്കും ഇതുപോലത്തെ കൊറിയർ കമ്പനി എന്നല്ല, ഏതൊക്കെയോ ഇതുപോലത്തെ കാർഡിന്റെ കമ്പനി, ആ കമ്പനി ഇവന് എന്നിട്ട് വിളി വരാറുണ്ട്. ദുബായിലുള്ളവർക്ക് എല്ലാവർക്കും മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും കോൾ വരുന്ന പറയണം. അപ്പൊ ഇങ്ങനത്തെ കോളുകളൊന്നും നമ്മൾ എന്റർടൈൻ ചെയ്യാനേ നിൽക്കരുതെന്നാ പറയണം. നമ്മുടെ വോയിസ് വരെ അവർ പിടിച്ച് അവര് മക്കളാണ്, അവരാണ്, ഇവരാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കാനുള്ള മാർഗങ്ങൾ വരെ ഉണ്ടെന്നാ പറയണേ. ഇപ്പൊ AI ഉപയോഗിച്ച് പലതും ഉണ്ടല്ലോ സംഭവങ്ങൾ. അപ്പൊ നമ്മളെല്ലാവരും സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. എനിക്കുണ്ടായ അനുഭവം ആ ഒരു 2:45 തൊട്ട് 7 മണി വരെയുള്ള ഒരു സമയം ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ കോളുകളൊക്കെ വരുമ്പോൾ ഇത് ചെയ്യുക. അതുപോലെ ഇത് സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള ഏതൊരു ഡോക്ടറുടെ പൈസ 2 കോടി ഈ വകുപ്പിൽ കൂടെ പോയിന്ന് പേപ്പറിൽ വന്നു. അപ്പൊ ഇനി അങ്ങനെ തട്ടിക്കാനാണ്. പക്ഷെ നമ്മള് ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ചിലർ പൈസ കൊടുക്കണം. അതാണ് അവരുടെ ഇത്. നമ്മളങ്ങനെ വിശ്വസിച്ച് പോണ രീതിയിലാണ് അവരുടെ സംസാരങ്ങള് എല്ലാം പോണേ. നമ്മുടെ പേരിൽ അങ്ങനെ ആരെങ്കിലും എഴുതി കൊണ്ടിട്ടാവാം എന്നൊക്കെ
നമ്മൾ വിചാരിച്ചു ഇനി അതിൽ നിന്ന് ഒഴിവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കാനുള്ള രീതിയിലാണ് അവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് പൈസ കൊടുക്കാനൊന്നും പറഞ്ഞില്ല, അത്രയ്ക്ക് എത്തിയില്ല. പിറ്റേ ദിവസം അവർ വിളിച്ചിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പിന്നെ പറഞ്ഞു അത് എന്റർടൈൻ ചെയ്യാൻ നിന്നില്ല. രണ്ടാമതും വിളിച്ചു പിറ്റേ ദിവസം. അപ്പൊ അവരെ ചീത്ത പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെ വിളി വന്നിട്ടില്ല. അതിന് ശേഷമാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ ഈ തിരുവനന്തപുരത്തെ ഡോക്ടറുടെ പൈസ 2 കോടി പോയിന്ന് ഞാൻ ന്യൂസ് വായിച്ചു. അതിനുശേഷം ഇപ്പൊ ഈ 2-3 ദിവസം മുന്നേ ഒരുപാട് ആളുകളുടെ പൈസ പോയിന്നുകൊണ്ട് 25 കോടി എത്രയും കണ്ട് കേരളത്തിൽ നിന്നുള്ളവരെ പോയിന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൊറിയർ കമ്പനി ഓൺലൈൻ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ കണ്ടു. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കോളുകൾ വന്നാൽ കൂടുതൽ നേരം അവരോട് സംസാരിക്കാതിരിക്കുക. നമ്മൾ എന്തായാലും ചെയ്യാത്ത പ്രവൃത്തിയാണല്ലോ. അപ്പൊ കേസോ കോടതിയൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം. അല്ലാതെ അതിന് വേണ്ടിയിട്ട് എന്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വോയിസ് ഇതൊക്കെ പിന്നെ പിടിച്ചിട്ട് നമ്മളെ ഇന്ന് കുറെ അറിവുകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മള് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുക. ഞാൻ എല്ലാവർക്കും ഒരു അറിവിന് വേണ്ടി പറഞ്ഞു മാത്രം. നിങ്ങളുടെ പരിചയമുള്ളവരോട് നിങ്ങളും ഇതുപോലെ പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലുമൊക്കെ തട്ടിപ്പിന് ഇരയാവാതിരിക്കട്ടെ, വെറുതെ ഉണ്ടാക്കിയ പൈസകളൊക്കെ കളയാതെയും ടെൻഷൻ അടിക്കാതിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഓരോ കുർത്തികളായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ കുർത്തി നോക്കാം. അതൊരു ബ്ലൂ കളറിലാണ്, ഇൻഡിഗോ ബ്ലൂ, ഒരു നേവി ബ്ലൂവിന്റെ ചായയുള്ള ഒരു കളർ, ചെറിയൊരു ഇതിലായിട്ട് ഒരു ഗ്രീനിഷ് കളർ പോലെ കയറിയിട്ടുള്ള അതാണ് ഇൻഡിഗോ ബ്ലൂ എന്ന് പറയുന്നത്. അതില് ഇവിടെ ചെസ്റ്റിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ വർക്ക് വരുന്നത്. ചെസ്റ്റിലുള്ള വർക്ക് വന്നിട്ടുള്ളത് കണ്ടോ, ഞാൻ നിർത്തി കാണിച്ചു തരാം. ഇതിന്റെ തന്നെ ഞാനൊരു ഓഫ് വൈറ്റ് കുർത്തി കൊണ്ടുവന്നിരുന്നു. അത് കുറച്ച് നാൾ മുന്നേ കൊണ്ടുവന്നത്. ഇത് നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ്. ഇതിന് 45 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ സ്ലിറ്റ് ഉള്ള കുർത്തിയാണ്. ലൈനിങ്ങും ഉണ്ട് ഇതിന്. പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 ആണ്. അതും ഒരു ബീഡിങ് പോലെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ യെല്ലോ, ഗ്രീൻ, റെഡ് അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പുറകുവശം ഇങ്ങനെ വരുന്നു. ഇത് മീഡിയം ടു XXL വരെയാണ് ഇതിന്റെ സൈസ് കിട്ടാനുള്ളത്. ഇതിന് വരുന്നത് 480 റുപ്പീസ് ആണ്. 450 രൂപയാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ബ്ലൂ കളറാണിത്. അപ്പൊ ബ്ലാക്ക് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ പിക്ചറിൽ തോന്നുന്നുണ്ടോ, പക്ഷെ ഇത് ബ്ലൂ ആണ് കളറ്. അപ്പൊ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല സ്ലിറ്റ് ഒക്കെ ഉള്ള കുർത്തി തന്നെ. അപ്പൊ കോട്ടന്റെ ഈ കുർത്തിക്ക് വരുന്ന 450. ഇതുമേ യെല്ലോ, ഗ്രീൻ, റെഡ് അങ്ങനെയുള്ള കളേഴ്സ് വന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ബ്ലൂ കളർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കളറിലുള്ള ബോട്ടോ ഷോളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു ഷോർട്ട് ടോപ്പാണ്. നല്ല റെഡ് കളറിലുള്ള കണ്ട ചൈനീസ് കോളർ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ്. അതിന് ഇവിടുത്തെ ഹാങ്ങിങ്ങും ഈ എംബ്രോയിഡറിയാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ നമുക്കത് നോക്കാം. കണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. നെക്കും വർക്കുകളൊക്കെ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇത് കണ്ടത് ഈ കോയിൻ പോലെയുള്ള ഹാങ്ങിങ് ആണ്. അതൊരു പ്രത്യേകതയല്ലേ, ഇപ്പൊ പുതിയൊരു മോഡലാണത്. അത് നമുക്ക് നിർത്തി നോക്കാം. ഇത് ഷോർട്ട് ടോപ്പാണ്. കണ്ട, ഷോർട്ട് ടോപ്പ് എലൈൻ കുർത്തിയുടെ ഷേപ്പിലാണ് തയ്ച്ചിരിക്കുന്നത്. കണ്ട, അത് നിങ്ങൾക്ക് പുറകിൽ നോക്കിയാൽ മനസ്സിലാവും. കണ്ട, എലൈൻ കുർത്തിയുടെ ഷേപ്പാണ് അതിന്റെ എൻഡിൽ വരുന്നത്. അപ്പൊ ഇത് ചൈനീസ് കോളറിൽ റെഡ് കളറിൽ വന്നുള്ള ഈ കുർത്തിമേ ബ്ലാക്ക് ആൻഡ് വൈറ്റില് നല്ല തിക്കായിട്ടുള്ള ഒരു എംബ്രോയിഡറിയാണ് തയ്ച്ചിരിക്കുന്നത്. തിക്കായിട്ടുള്ള നൂലുണ്ട്. അതുപോലെ തന്നെ ഇതില് കുറച്ച് മിറർ വർക്ക് പോലെ അങ്ങനെ കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹാങ്ങിങ് കണ്ട, ഈ കോയിനിട്ടുള്ള ഹാങ്ങിങ്. ഇത് ഷോർട്ട് ടോപ്പായിട്ട് ഇടുമ്പോൾ ഹിപ്പിന്റെ താഴത്തേക്ക് നിൽക്കണ വിധത്തിലുള്ള ഇറക്കാണ് ഇതിനുള്ളത്. ഇത് യങ്സ്റ്റേഴ്സിനാണ് കൂടുതൽ ചേരുക. ഇത് 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിൽ വരുന്നത് സ്മോള്, മീഡിയം, ലാർജ്, XL വരെയാണ് വരുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇതിന് വരുന്ന പ്രൈസ് 425 രൂപയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയതാണ്. സ്ലിറ്റ് ഒന്നും ഇല്ല ഇതിന്. ഇതിങ്ങനെ ലൈൻ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഹിപ്പ് മറിഞ്ഞു കിടക്കുന്ന വിധത്തിലാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജീൻസ്, ഇപ്പൊ ബ്ലാക്ക് ജീൻസോ വൈറ്റോ അതുപോലെ തന്നെ ബ്ലൂ കളറ് സിഗരറ്റ് പാൻറ്റോ ഒക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റാണിത്. കണ്ടോ, പുറകുവശം ഇങ്ങനെ വരുന്നു. അപ്പൊ 425 രൂപയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ, ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റിയതാണ്. നല്ല ഭംഗിയുള്ളതാണ്. കോളേജ് കുട്ടികൾക്ക് ഇടാൻ പറ്റിയതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് ഒരു 3 പീസ് സെറ്റാണ്. അതിന് വന്നിരിക്കുന്ന കോളർ നെക്കാണ്, ചൈനീസ് കോളർ നെക്ക്. അവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. കണ്ട, ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്. അത് നേവി ബ്ലൂ കളറ്, ഗ്രീൻ കളറ് ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂമേ ഗ്രീനും അതുപോലെ തന്നെ റെഡ് ഒക്കെ ആയിട്ടുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത്.
ഇത് നല്ല സൈസുള്ള കുർത്തിയാണ്, എ ലൈനാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു വിധം തിക്കായിട്ടുള്ള കോട്ടൺ ആണ്, അതുകൊണ്ട് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് 46, 47 ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ലെങ്ത്തിനൊരു കുറവുമില്ല. അതുപോലെ തന്നെ ഈ സ്ലീവ് വന്നിരിക്കുന്നത് 3/4 ആണ്. അതിന്റെ പുറകുവശം വരുന്നത് ഇങ്ങനെയാണ്, കണ്ടോ? ഇതാണ് കുർത്തി വരുന്നത്. ഇത് ഇതിന്റെ കൂടെ വരുന്നത് ബ്ലൂ കളറ് എലാസ്റ്റിക് പാൻ്റ് ആണ്, കണ്ടോ? എലാസ്റ്റിക് ആണ് പാൻറ് വരുന്നത്. അപ്പൊ കണ്ടോ, കോട്ടൺ തന്നെ എലാസ്റ്റിക് പാൻറ്, ബ്ലൂ കളർ, നേവി ബ്ലൂ കളറിലാണ് വരുന്നത്. പിന്നെ അതിന്റെ ഷോള് വരുന്നത് നേവി ബ്ലൂ കളറിലുള്ള ഷോളാണ്, ഷിഫോണിന്റെ ഷോളാണ് വരുന്നത്, കണ്ടോ? അങ്ങനെ ഈ ഇവിടെ ഈ ഒരു ടൈപ്പൊക്കെ വന്നിട്ടുണ്ട്, കണ്ട ബോള് പോലെ അങ്ങനെ വന്നിട്ടുണ്ട്. ഷോള് നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഷോളാണ്. അതുപോലെ ഇത് നല്ല ഇറക്കമുള്ള കുർത്തിയാണ്. 725 ആണ് ഇതിന് വരുന്നത്. ഇതിന് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാനായിട്ടുള്ള നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള കുർത്തിയാണിത്, കണ്ട ഫ്ലെയർ ഒക്കെ കാണുന്നില്ലേ? ഡബിൾ എക്സലുകാർക്കും ട്രിപ്പിൾ എക്സലുകാർക്കും ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്, നല്ല സൈസിൽ തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സലുകാർക്കും സ്വല്പം ചുരുക്കിയിട്ടുണ്ടെങ്കിൽ എക്സലുകാർക്കും ഇടാൻ പറ്റും. ഈ ഒരൊറ്റ സൈസ് മാത്രമാണ്, ഈ 2 സൈസിലുള്ളവർക്കാണ് കംഫർട്ടബിൾ. ലൈനിങ്ങിന്റെ ആവശ്യമില്ല, നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്, കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. 725 ആണ് ഇതിന്റെ പ്രൈസ്. അപ്പൊ നമുക്ക് ഈ ആഭരണങ്ങൾ നോക്കാം. ബാക്ക് ത്രെഡ് ഉള്ള കാരണം കൊണ്ട് കുറച്ച് ഇറക്കി വേണമെങ്കിൽ ഇടാം. ഇവിടെ ഗോൾഡൻ മുത്തുകളാണ് ഈ 2 സൈഡിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് വൈറ്റ് ഇനാമലും അതുപോലെ തന്നെ റെഡ് ഗ്രീൻ ഒക്കെ കളറുകളായിട്ടുള്ള കല്ലുകളും അതുപോലെ തന്നെ ഇനാമലുകളൊക്കെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, വൈറ്റ് കളറിൽ മെറൂൺ കളറിലുള്ള നല്ലൊരു മുത്ത് പോലെ വലുത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പേളുകളും ഉണ്ട്, നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. അതിന്റെ ഇയറിങ് വരുന്നത് കാണിച്ചു തരാം. അതിന്റെ ഇയറിങ് കണ്ടോ, നല്ല ഭംഗിയുള്ള ഇയറിങ് ആണ് വരുന്നത്. അത് ഇതേപോലെ തന്നെ അതിന് മാച്ചായിട്ടുള്ള മാലയ്ക്ക് മാച്ചായിട്ടുള്ള ഹാങ്ങിങ് ഒക്കെ ആയിട്ട് സെയിം തന്നെ വരുന്നു. ഞാൻ കാതിലിട്ടിരിക്കുന്നതും അത് തന്നെ, കണ്ട നല്ല ഹോള് പോലെ ഒരു ഡിസൈൻ വന്ന് ഇവിടെ വൈറ്റ് കളറ് പിന്നെ മെറൂൺ കളറ്. ഇപ്പൊ ഈ ഇയറിങ്ങും ഈ മാലയും കൂടെ ഈ സെറ്റിന് വരുന്നത് 320 രൂപയാണ്. ഇത് നമുക്ക് ചോക്കർ പോലെ ഇങ്ങനെ കയറ്റി ഇടാൻ പറ്റും. കുറച്ച് ഇറക്കി നല്ലോണം കണ്ടോ, ഇങ്ങനെ ഇറക്കി ഇടണമെങ്കിൽ കുറച്ച് ഇറക്കി ഇടാൻ പറ്റും. സാരിയുടെ മീതി ഇടാനും പറ്റും, ചുരിദാറിന്റെ മേലെയും ഇടാൻ പറ്റും. ഓക്കെ, ഇതിന്റെ പ്രൈസ് വരുന്നത് 320 ആണ്. നല്ലൊരു സെറ്റാണ്, നല്ല ഭംഗിയുള്ളൊരു കണ്ട ക്രിസ്റ്റൽ പോലത്തെ ഒരു 5 ലൈനാണ്. സെന്ററിൽ കണ്ട ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു കല്ല്, ഒരു സ്റ്റോൺ ഇങ്ങനെ നല്ല പിങ്ക് കളറിൽ, അതിന്റെ ചുറ്റിലും വൈറ്റ് കളറിൽ അതിനൊരു ഹാങ്ങിങ് കണ്ട നല്ല ഭംഗിയില്ലേ ഈ ഒരു ഇത് കാണാം. ഇത് എല്ലാ ഡ്രസ്സിനും ചേർന്ന ഒരു കളറാണ്. ഇത് നല്ല പിങ്കിഷ് റൂബി സ്റ്റോണിന്റെ കളറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതിന്റെ ഇയറിംഗ് ആണ് ഈ വരുന്നത്. ഇയറിംഗ് ഞാൻ കാതിലിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ഇതിന് വരുന്നത് 275 റുപ്പീസാണ്. 275, 275 രൂപയാണ്. എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്യണ ഒരു കളറാണിത്. ഓക്കെ, അപ്പൊ അടുത്ത മാല വരുന്നത് കണ്ട നല്ല ഭംഗിയുള്ള പേളൊക്കെ ആയിട്ടുള്ള പേള് ഹാങ്ങിങ് ആയിട്ട് കണ്ട അതന്നെ ഇയറിങ്ങിലും വരുന്നുണ്ട്. ഇതില് വൈറ്റ്, ഒരു മെറൂൺ കളറ്, ഗ്രീൻ കളറ്, ഒരു ലൈൻ ഗ്രീൻ കളർ, ഒരു ലൈൻ മെറൂൺ കളർ, ഒരു ലൈൻ ഗോൾഡൻ കളർ, അങ്ങനെ വന്നിരിക്കുന്നത്. ഈ മെറൂണും ഗ്രീനൊക്കെ മുത്തുകളാണ്, കല്ലുകൾ മുത്തുകൾ പോലത്തെയാണ്. പിന്നെ ഇത് പേള് കണ്ട വൈറ്റ് ഇനാമല്, അതുപോലെ ഇതിന് ഹാങ്ങിങ്ങും അതിന് മാച്ചായിട്ട് തന്നെ വന്നിരിക്കുന്നു. അതിന്റെ ഇയറിങ് ഞാൻ കാണിച്ചു തരാം. കണ്ട കാണണ്ടാന്ന് വിചാരിക്കുന്നു. കാതിലിട്ടിട്ട് ഇത് എങ്ങനെ ഇരിക്കുന്നു ഇയറിങ്, നല്ല ഭംഗിയില്ലേ? ഇത് നമുക്ക് ലെങ്ത് കൂട്ടിയിടാൻ കുറച്ചുകൂടെ. ഇപ്പൊ ഞാൻ ചുരുക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് വരുന്നത് 310 രൂപയാണ്. 310 രൂപയാണ് ഇതിന് വരുന്ന പ്രൈസ്. ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടണത്. അപ്പൊ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കും. ഒരു ചോക്കറാണ്, ഇവിടെ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള പെൻഡന്റ് പോലെ സെന്ററിൽ വന്നിട്ട് അതുമൊന്നൊക്കെ ഹാങ്ങിങ് പേൾസ് ആണ്. ഇവിടെയുണ്ട് 2 റൗണ്ട് ആയിട്ട്. ഇത് കണ്ടോ, ഈ ഗോൾഡൻ മുത്തുകൾ പോലെ ഈ സൈഡില് മുത്തല്ല, അങ്ങനെ അതൊരു തിക്കായിട്ട് പണ്ടത്തെയൊക്കെ ഗോൾഡിന്റെ പണിയിൽ വരുന്ന പോലത്തെ ഒരു പണിയാണത്. അത് 2 സൈഡിലും വന്നിട്ടുണ്ട്. അതിന്റെ ഇയറിങ് കണ്ട, ഇയറിങ് ഹാങ്ങിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കുറച്ച് ക്ലോസ് ആയിട്ട്. കണ്ട, നിങ്ങൾക്ക് കണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പൊ 240 രൂപയാണ് ഈ ചോക്കർ സെറ്റിന് വരുന്നത്. വിത്ത് ഈ ഇയറിങ്ങോട് കൂടി വരുന്നത്
40 രൂപയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതൊക്കെ ആന്റിക് കളറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് എല്ലാ ഡ്രസ്സിനും. അപ്പൊ നമുക്ക് ഇടുമ്പോ അതൊരു മാച്ച് ആയിട്ട് വരും. ആന്റിക് കളറും ഈ മെറൂണും ഗ്രീനും പേളൊക്കെ വരുമ്പോ നല്ല ഭംഗിയാണ്. ഓക്കെ, 240 റുപ്പീസ് ആണ്. അടുത്തത് വരുന്നത് കണ്ട, നല്ല ഭംഗിയുള്ള വൈറ്റ്, മെറൂൺ, ഗ്രീൻ എല്ലാ കളറും ഉണ്ട് ഇതില്. എല്ലാ കളറും മൾട്ടി കളർ ആയിട്ട് വരുന്ന ഒരു മാലയാണ്. ഇതിന്റെ ഹാങ്ങിങ് വരുന്നത് കണ്ട, 3 ഗോൾഡൻ മണികളാണ്. ഇതൊക്കെ എല്ലാ മാലകളും ഇപ്പൊ കാട്ടിയത് ആന്റിക് കളറാട്ടോ, അല്ലാണ്ട് യെല്ലോയിഷ് കളറ്, മഞ്ഞ നിറമായിട്ട് ഭയങ്കര അങ്ങനത്തെ കളറല്ല, ആന്റിക് കളറുകളാണ്. ഈ പെൻഡന്റ് ആന്റിക് കളറിൽ അതിന്റെയും കുറച്ച് കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ച് സ്റ്റോൺ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് വൈറ്റ്, ഷുഗർ പേൾസ് വൈറ്റ്, അതുപോലെ തന്നെ പിങ്കിഷ് മെറൂൺ, ഇത് ഗ്രീൻ. ഇത് എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന ഒരു ഐറ്റാണ്, വൈറ്റ് വന്നുള്ള കാരണം പ്രത്യേകിച്ച്. അതിന്റെ ഇയറിംഗ് വരുന്നത് ഇതാണ്, അത് ഞാൻ കാണിച്ചു തരാൻ. കണ്ട, അതില് ഒരു വൈറ്റ് സ്റ്റോൺ പോലെയൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ജിംക്ക പോലെ ഇടാൻ പറ്റിയതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. ഇത് സാരിയുടെ കൂടെയും സെറ്റിന്റെ കൂടെയും എല്ലാ ഓണത്തിനുള്ള ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയതാണ്. ഫംഗ്ഷനുള്ള ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മാലയാണത്. ഇതിന് വരണത് 399 രൂപയാണ്. ഫ്രീ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ, 399 രൂപ. ഓക്കെ.